നൂറുകണക്കിന് ക്ലാസിക്കുകൾ പിറന്നിട്ടുള്ള ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാള സാഹിത്യത്തിൽ നിന്ന് 5 നോവലുകളെ തിരഞ്ഞെടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. 1970 അതിനു മുൻപുള്ള 5 വ്യത്യസ്ത എഴുത്തുകാരുടെ നോവലുകൾ തിരഞ്ഞെടുത്തു. ഇതുമാത്രമാണ് നല്ല നോവലുകൾ, അല്ലെങ്കിൽ ഈ നോവലുകൾ കഴിഞ്ഞേ മറ്റ് നോവലുകൾ വായിക്കാവൂ എന്നൊന്നുമില്ല. പല എഴുത്തുകാരുടെ വ്യത്യസ്ത നോവലുകൾക്കുണ്ടാവാറുള്ള വൈവിധ്യം വായിക്കുന്നവർക്ക് തൻ്റെ വായനാഭിരുചിയെ തേടി കണ്ടെത്താൻ കഴിയുമെന്നതാണ്. വായനയുടെ ട്രാക്കിലേക്ക് കടന്നവർക്ക് നല്ല സാഹിത്യ സൃഷ്ടി വായിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഉണ്ടാവാനിടയുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ആ കൺഫ്യൂഷൻ? ഏത് പുസ്തകം വായിക്കണമെന്നത്. 20-25 പുസ്തകങ്ങളുടെ പേര് തന്ന് മൂട് കളയുന്നതിന് പകരം വ്യത്യസ്തതയുള്ള കുറച്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. തമ്പനയിൽ കണ്ടതുപോലെ ഈ പുസ്തകങ്ങൾ ഇനിയും നിങ്ങൾ വായിച്ചില്ലേ എന്ന് ചോദ്യം പല ദിക്കിൽ നിന്നും വരും. നമ്മൾ വായിക്കുന്നവരാണെന്ന് തോന്നിയാൽ മറ്റൊരു വായനക്കാരൻ ചോദിക്കുന്ന ആദ്യ ചോദ്യമാണിത്. ആ ചോദ്യം കേട്ടാൽ തോന്നും അയാൾ പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കാതെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന്. എന്നാൽ നമ്മൾ വായിച്ച നല്ല പുസ്തകങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാലോ അത് കൊള്ളില്ല എന്ന പുച്ഛവും കേൾക്കാം. അപ്പം അതിന് മൈൻഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ എന്ന് വായന ആരംഭിക്കുന്നു, അത് ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലായാലും അന്ന് മുതൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങളെ വായിക്കുക. നോവലുകളെ പരിചയപ്പെടുത്താം. ആദ്യ നോവൽ അസുരവിത്ത്. ശ്രീ MT വാസുദേവൻ നായരുടെ 1962 പ്രസിദ്ധീകരിച്ച നോവലാണ് അസുരവിത്ത്. ഇത് ഒരു വ്യക്തിയുടെയോ കുറേ വ്യക്തികളുടെയോ മാത്രം കഥയല്ല, ഒരു ദേശത്തിൻ്റെ ചരിത്രവും കാലഘട്ടത്തിൻ്റെ രൂപരേഖയുമാണ്. നായർ തറവാടും ഫ്യൂഡൽ വ്യവസ്ഥതയും മരുമക്കത്തായവും ജാതിപ്പോരുമൊക്കെ വ്യക്തമാക്കുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ വ്യക്തമായ അടയാളപ്പെടുത്തൽ. ശോഷിച്ചുകൊണ്ടിരുന്ന നായർ തറവാട്ടിലെ അവസാന കണ്ണിയാണ് ഗോവിന്ദൻകുട്ടി. അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാടും സംഘർഷങ്ങളും സാമൂഹിക അരക്ഷിതാവസ്ഥയും അതിൽ നിന്നുള്ള മോചനവുമൊക്കെയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം. രണ്ടാമത്തത് വിഷകന്യക. SK പൊറ്റക്കാടിൻ്റെ 1948 പ്രസിദ്ധീകരിച്ച നോവലാണിത്. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുള്ള ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ചരിത്രം ഇന്ന് മലബാറിൽ ജീവിക്കുന്ന ഒരാൾക്ക് ജിജ്ഞാസ നിർഭരമായിരിക്കും. ഈ കുടിയേറ്റങ്ങൾക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കുടുംബമായി ചേക്കേറുന്നവർ മറന്നു വെക്കാതെ ചിലത് കൂടി അറിഞ്ഞോ അറിയാതെയോ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഭാഷ ഒന്ന് തന്നെയാണെങ്കിലും സംസാര രീതിയിലുള്ള വ്യത്യസ്തത, മതം, സംസ്കാരം, ചെറിയ തോതിലെങ്കിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഭക്ഷണക്രമം, അങ്ങനെ വ്യത്യസ്തതയുടെ ഒരു കൂടിച്ചേരൽ കാലങ്ങൾക്കിപ്പുറം പുതുമയുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ പര്യാപ്തമായി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ മാറ്റത്തിലേക്കുള്ള ദൂരം തുടങ്ങുന്ന കാലത്ത് മനുഷ്യനും മണ്ണും എന്തുമാത്രം നിർഭാഗ്യവും ബലഹീനവുമായിരുന്നു എന്ന് കാട്ടിത്തരുന്ന രചനയാണ് വിഷകന്യക. മൂന്നാമത്തത് ഒരു കാലഘട്ടത്തിൻ്റെ നോവലാണ്. ശ്രീ OV വിജയൻ എഴുതിയ 1969 പ്രസിദ്ധീകരിച്ച നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ആ കാലഘട്ടത്തിലെ നിരാശ കലർന്ന ജീവിതവും അവിഹിത ബന്ധങ്ങളും അസ്തിത്വവാദവും ഒക്കെ വേഷപ്പകർച്ച നടത്തിയ ഈ നോവൽ അതിനെയൊക്കെ അതിജീവിച്ച് കാലദേശ ഭാഷാ സീമകളെ ലംഘിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. ഏകാധ്യാപക വിദ്യാലയത്തിലെ നടത്തിപ്പുകാരനും അധ്യാപകനുമായ ഒരു പൊതുജീവിതം തുടങ്ങാൻ ഖസാക്കിലെത്തുന്ന രവിയുടെ നെല്ലും പതിരും കലർന്ന ജീവിതമാണ് ഈ നോവൽ. തമിഴ് കലർന്ന പാലക്കാടൻ ഭാഷയാണ് സംഭാഷണത്തിലുടനീളം ഈ നോവലിലുള്ളത്. വായിച്ചു തുടങ്ങുമ്പോൾ പ്രയാസം തോന്നിയാലും പിന്നീട് അങ്ങോട്ട് ആ ഭാഷാപ്രയോഗം ഈ നോവലിന് ഭംഗി നൽകുന്നുണ്ട്. അടുത്തത് നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള, വായിച്ചിട്ടുള്ള, കേട്ടിട്ടുള്ള മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 1974 പ്രസിദ്ധീകരിച്ച ശ്രീ M മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ. കുറുമ്പി അമ്മയുടെ മകൻ ദാമു റൈറ്റർ, അദ്ദേഹത്തിൻ്റെ മകനായ ദാസൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ നോവൽ സഞ്ചരിക്കുന്നത്. ഫ്രഞ്ചിൻ്റെ അധീനതയിലായിരുന്ന മയ്യഴിയുടെ പൂർവ്വകാലവും ചരിത്രവും വർത്തമാനവും ഒക്കെ ദാസനും ചന്ദ്രികയും പിന്നെ ഒരു കൂട്ടം ദേശവാസികളിലൂടെയും ഒക്കെയായി നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരു നോവലാണിത്. അടുത്ത ഒരു നോവൽ രണ്ടിടങ്ങഴി. 1948 പ്രസിദ്ധീകരിച്ച തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രസിദ്ധമായൊരു നോവലാണ് രണ്ടിടങ്ങഴി. 50 രൂപയും 25 പറ നെല്ലുമാണ് ചിരതയുടെ അച്ഛൻ ആവശ്യപ്പെടുന്ന പെൺപണം. ഇതെന്ത് ന്യായം, എന്ത് നാട്ടു നടപ്പെന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അയാൾ ഗൗനിച്ചില്ല. കാരണം എത്ര ചോദിച്ചാലും അത്രയും തന്ന് മകളെ കൊണ്ടുപോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇന്ന് സ്ത്രീധനം എന്ന പേരിൽ തിരിച്ചാണ് സംഭവിക്കുന്നത്. പേരിൽ മാത്രമേ സ്ത്രീയുള്ളൂ, കിട്ടുന്നത് മുഴുവനും പുരുഷനാണ്. നമുക്ക് മുൻപ് ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോയവർ, അവരിൽ ചിലർ ആസ്വദിച്ച സുഖലോലുപതയുടെയും മറുപുറത്ത് വലിയൊരു വിഭാഗം അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും ഒപ്പം
ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെയും കണക്കെടുക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കാതെ തരമില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നോവലുകൾ തിരഞ്ഞെടുത്തത്. വ്യത്യസ്തതയുള്ള ഒരു 5 നോവലുകളെ ഇവിടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ നോവലുകൾ വായിക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. മറ്റ് നോവലുകളുമായി വീണ്ടും കാണാം. നന്ദി.